Hi all, good evening and welcome back to PsyQuesta. PsyQuestയുടെ സെക്കൻഡ് ബാച്ച് 2024 സെക്കൻഡ് ബാച്ച്. ഒരു 6 മാസങ്ങളിൽ നമുക്ക് പുതിയ പുതിയ ബാച്ച് വരികയാണ്. സെക്കൻഡ് ബാച്ചിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോ എന്താണ് സൈക്കോളജി എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പലർക്കും എപ്പോഴും ഡൗട്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ഒന്നുകൂടി ഞാൻ ചോദിക്കപ്പോ കുറെ കൂടെ ആളുകൾ ജോയിൻ ആയി. എന്താണ് ശരിക്കും സൈക്കോളജി എന്ന് പറയുന്നത്? സൈക്കോളജി എന്താണ്? What is psychology? Related to soul, mind, conscious, unconscious. Yes, soul, mind, conscious, unconscious. Behavior. Behavior. Okay. Anything else? Anything else? ഈ മൈൻഡ് സോള് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമുക്ക് സൈക്കോളജിയിൽ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി. സയന്റിഫിക് ആണ് തന്നെ പറയണം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ, അല്ലെങ്കിൽ കൊഗ്നിഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയും. അതായത് മനുഷ്യന്റെ ബിഹേവിയറിനെയും കൊഗ്നിഷൻ, എന്തൊക്കെയാണ് കൊഗ്നിഷൻ വരുന്നത്? മെമ്മറി, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ, ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളാണ് കൊഗ്നിഷൻ. സോ ഈ കൊഗ്നിഷന്റെയും നമ്മൾ കാണിക്കുന്ന ബിഹേവിയറിനെയും സയന്റിഫിക്കലി പഠിക്കുന്ന വിഭാഗമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് മീ ഷോ യു. നോക്കിയേ, സൈക്കോളജി ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സസ്. അതായത് ഒരു മനുഷ്യന്റെ ബിഹേവിയറിന്റെയും കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെയും, അയാൾക്ക് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു, അയാൾ എന്തുകൊണ്ടാണ് മകനെ ഇങ്ങനെ തല്ലുന്നത്, ആ അമ്മ എന്താണ് കുഞ്ഞിനെ നിലത്ത് പോലും വെക്കാത്തത്, അവൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്യണത്, ഇതിനൊക്കെ പറ്റി, അതായത് ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ പറ്റിയും കോഗ്നിറ്റീവ് പ്രോസസ്സിനെ പറ്റിയും സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന വിഭാഗമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മതപരമായിട്ടുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സൈക്കോളജി. അങ്ങനൊരു സംഭവം ഇല്ല. കാരണം മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് മതം കൊണ്ടുവരാൻ പറ്റില്ല. അത് കണക്ക് സൈക്കോളജിയിലും നമുക്ക് യാതൊരുവിധ കടന്നുകടത്തങ്ങളും ഇല്ല. പ്യോർ സയൻസ് ആണ്. റിസർച്ചിലൂടെയും എന്താ പറയുക, എക്സ്പെരിമെന്റേഷനിലൂടെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് സൈക്കോളജിയിലൂടെ പുറത്തോട്ട് വരുന്നത്. ഇനി ദ ടേം സൈക്കോളജി എന്ന് പറയുന്നത്, ഓരോ സൈക്കോളജി വിദ്യാർത്ഥി പെട്ടെന്ന് ഉറക്കത്ത് ചോദിച്ചാൽ പറയുന്ന ഒരു കാര്യമാണത് സൈക്കോളജി, സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. പിന്നെ സൈക്കോളജി എന്ന വാക്ക്, ഈ സൈക്കോളജി എന്ന വാക്ക് ഗ്രീക്ക് വേർഡിൽ നിന്ന്, 2 ഗ്രീക്ക് വേർഡിൽ, സൈക്കി, ലോഗോസ്. സൈക്കി എന്ന് വെച്ചാൽ സോൾ, ലോഗോസ് എന്ന് വെച്ചാൽ മീനിങ് സയൻസ് ഓർ സ്റ്റഡി ഓഫ് എ സബ്ജക്ട്. അതായത് ആത്മാവിന്റെ പഠനം അല്ലെങ്കിൽ ആത്മാവിന്റെ ശാസ്ത്രം എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്നുള്ള സൈക്കോളജി, സൈക്കി പ്ലസ് ലോഗോ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഈ സൈക്കോളജിയുടെ ഫാദർ ഇതാണ് കേട്ടോ, ചരിത്ര നായകൻ നമ്മുടെ വിൽഹം വൂണ്ട്. വൂണ്ട് എന്ന് എഴുതും, ടി സൈലന്റ് ആണ്. വിൽഹാം ആണ്, WILHELM, വിൽഹാം വൂണ്ട് എന്നാണ് ആളുടെ പേര്. ഇപ്പൊ ഒരു ഹ്യൂജ് ചരിത്രം തന്നെ നമുക്ക് പറയാനുണ്ട്. വലിയൊരു ചരിത്രമുണ്ട് സൈക്കോളജിക്ക്. ഞാൻ 1-2 ദിവസം ആ ചരിത്രം തന്നെയായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. കാരണം നിങ്ങൾ ഉറക്കത്തെണീച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ആ ചരിത്രം ഓർമ്മ വരണം. അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ 3 കാലഘട്ടമായിട്ടാണ് സൈക്കോളജിയുടെ വളർച്ച. ഏൻഷ്യൻ പീരീഡ്, റിനൈസൻസ് പീരീഡ്, മോഡേൺ എറ. അതായത് ഏൻഷ്യൻ പീരീഡ് ഉണ്ട്, ഗ്രീക്ക് കാലഘട്ടമൊക്കെ, പിന്നെ നവോത്ഥാന കാലഘട്ടം, റിനൈസൻസ്, പിന്നെ മോഡേൺ പീരീഡ്. ഈ ഏൻഷ്യൻ പീരീഡിലും റിനൈസൻസ് പീരീഡിലും മോഡേൺ കാലഘട്ടത്തിലും ഒക്കെ സംസാരിക്കുകയും പിന്നെ ചർച്ച ചെയ്യുന്നതും ഒരേ മാറ്റർ തന്നെയാണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതായത് BC കാലഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏൻഷ്യൻ കാലഘട്ടത്തിലായിക്കോട്ടെ, റിനൈസൻസ് പീരീഡിലായിക്കോട്ടെ, അവർക്ക് പറയുന്നുണ്ട്, തെളിയിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ തെളിയിക്കാനുള്ള സാഹചര്യം അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഓക്കെ, അവിടെയാണ് മോഡേൺ സൈക്കോളജിക്ക് ഒരു ജനനം വരുന്നത്. അതായത് സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് ശരിക്കും ഫിലോസഫിയുടെയും ഫിസിയോളജിയുടെയും അണ്ടറിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അവിടെയാണ് നമ്മുടെ വിൽഹം മാക്സ്മിലിയൻ വൂണ്ട്, ഈ പേര് നിങ്ങൾ മറന്നുപോയേ ചെയ്യരുത്, വിൽഹം
വൂണ്ട്. അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ആദ്യമായിട്ട് സൈക്കോളജിക്ക് വേണ്ടി അദ്ദേഹം ഒരു ലബോറട്ടറി തുറക്കുകയാണ് ജർമ്മനിയിലെ ലപ്സിക് യൂണിവേഴ്സിറ്റിയിലാണ് 1879. ചരിത്രം ഈ 1879 വിശേഷിപ്പിക്കുന്നത് സൈക്കോളജിയുടെ ബർത്ത് ഇയർ ആയിട്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോയത്. ലെപ്സിക് യൂണിവേഴ്സിറ്റിയിലാണ് ജർമ്മനിയിൽ 1879. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആയിട്ട് ആദ്യം ഞാനൊരു സൈക്കോളജിസ്റ്റ് സ്വന്തം ആയിട്ട് തന്നെ വിളിച്ചത് നമ്മുടെ വിൽഹം വൂണ്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എവിടെയും മറന്നുപോയത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്തു വയ്ക്കണം. അപ്പൊ എന്താണ് സൈക്കോളജിയുടെ ഫാദർ? വിൽഹം മാക്സ്മിലൻ വൂണ്ടാണ്. അദ്ദേഹമാണ് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ എവർ ടു കോൾ ഹിംസെൽഫ് എ സൈക്കോളജിസ്റ്റ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് ആദ്യമായിട്ട് സ്വയം പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിലെ ലെപ്സിക് യൂണിവേഴ്സിറ്റിയിൽ 1879 ഒരു ലാബ് ഓപ്പൺ ചെയ്തു. അത് ഈ ലാബാണ്. ഈ നോട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്റെ ലോക്ക്ഡൌൺ കാലഘട്ടം ഫുൾ ഹാൻഡ് റിട്ടൺ ആട്ടോ. ഈ എന്റെ ലോക്ക്ഡൌൺ കാലഘട്ടം വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. 300ഓളം പേജുള്ള ഈ ഒരു പുസ്തകം ഞാൻ എന്റെ സ്വന്തം കൈപ്പടയിൽ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ എഴുതിയതാണ്. പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ച് കളർഫുൾ ആയിട്ട് ഞാൻ എഴുതിയതാണ്. ഞാൻ ഒത്തിരി സൈക്കോളജിയെ പഠിച്ചൊരു കാലഘട്ടം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പേർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയത് തന്നെയാണ്. എനിക്ക് സൈക്കോളജി പഠിപ്പിക്കണം. അന്നൊന്നും സൈക്കോളജി ഒന്നും ഇല്ല. എനിക്ക് സൈക്കോളജി പഠിപ്പിക്കണം. അപ്പൊ പഠിപ്പിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കണം. എനിക്കത് കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടാണ് കേട്ടോ. അപ്പൊ ഇനി സൈക്കോളജി എന്ന പേര് ആരാണ് കോയിൻ ചെയ്തത് എന്നാണ് പറയുന്നത്. റുഡോൾഫ് ഗോക്കൽ. റുഡോൾഫ് ഗോക്കൽ ഇദ്ദേഹമാണ്. റുഡോൾഫ് ഗോക്കൽ വാസ് എ ജർമ്മൻ സ്കോളാസ്റ്റിക് ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ഒരു ജർമ്മൻ സ്കോളാസ്റ്റിക് ഫിലോസഫർ ആയിരുന്നു. ഗോക്കലാണ് coined the term psychology in 1890. 1590 ഈ സൈക്കോളജി എന്ന വാക്ക് റുഡോൾഫ് ഗോക്കൽ കോയിൻ ചെയ്യുന്നത്. പക്ഷെ പറയപ്പെടുന്നത് അതിന് മുന്നേ ഈ വേർഡ് ആളുകൾ യൂസ് ചെയ്തിട്ടില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് വ്യക്തമായിട്ടുള്ള ബട്ട് ദ ടേം സൈക്കോളജി വാസ് യൂസ്ഡ് ബൈ മാർക്കോ മെറുക്ലി അറ്റ്ലീസ്റ്റ് 66 years earlier. പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ തെളിവില്ല. പക്ഷെ 1590 സൈക്കോളജി എന്ന വേർഡ് നമ്മുടെ റുഡോൾഫ് ഗോക്കൽ പറഞ്ഞതിന് ആധികാരികത ഉണ്ട്. അതിനും 66 വർഷം മുന്നേ മാർക്കോ മെറുലിക് എന്ന ആള് പദം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ വ്യക്തമായിട്ടുള്ള തെളിവില്ല. അപ്പൊ ജർമ്മൻ സ്കോളാസ്റ്റിക് ഫിലോസഫർ ആയിട്ടുള്ള റുഡോൾഫ് ഗോക്കലാണ് ഈ സൈക്കോളജി എന്ന വാക്ക് കോയിൻ ചെയ്തത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതൊക്കെ അറിയായിരുന്നു? ഓക്കെ, എല്ലാം അറിയായിരുന്നു? ഓക്കെ ഫൈൻ. അപ്പൊ ഞാനതാട്ടോ ഒരു ഇൻട്രൊഡക്ഷൻ തരണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുള്ളത്. കാരണം സൈക്കോളജി ഇങ്ങനെ പഠിക്കണം എന്നാണ് എന്റെ ഒരു തുടക്കം. നമ്മളെ അറിഞ്ഞിട്ട് അതിനോടൊരു സ്നേഹം വരാറുണ്ട്. ഇനി പറയാൻ പോകുന്നത് സൈക്കോളജിയുടെ വലിയ ചരിത്രം, എവിടുന്ന് ഇത് റൂട്ട് ചെയ്ത് വന്നു എന്ന്. ആദ്യം പറയാനുള്ളത് although psychology has changed dramatically over its history. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. The most important questions that psychologists addresses have remained constant. പക്ഷേ സൈക്കോളജിസ്റ്റുകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ BC കാലഘട്ടം മുതൽ ഇത് 2024 വരെ ഏകദേശം ഒന്ന് തന്നെയാണ്. സം ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്, അതായത് അന്ധകാലം മുതൽ ഇന്തകാലം വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സൈക്കോളജി തേടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നേച്ചർ വേഴ്സസ് നർച്ചർ. ഓക്കെ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പം ആ കുഞ്ഞ് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അതായത് നോളജ് എങ്ങനെയാണ് എക്വയർ ചെയ്യുന്നത്. ഒരു കൂട്ടർ പറയുന്നു അത് നേച്ചറാണ്, ഇന്നേറ്റ് ആണ്, ഇൻബോൺ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അതിനവര് പറയുന്നു ഇപ്പം കണ്ണിലേക്ക് ഊതിയ കുട്ടി കണ്ണടയ്ക്കുന്നില്ലേ, അത് കുട്ടീനെ ആരെ പഠിപ്പിച്ചു കൊടുത്താണോ? അല്ലെ, കണ്ണിലേക്ക് വെളിച്ചടിച്ച കുട്ടി കണ്ണടയ്ക്കുന്നില്ലേ? ഒന്ന് പിന്നെ ഒരു വലിയൊരു ശബ്ദം കേട്ട കുഞ്ഞ് പേടിക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ നേച്ചറാണ്. അല്ല, ഇതൊന്നും കുട്ടി ജനിക്കുമ്പോ ഇല്ല. ജനിക്കുമ്പോ കുട്ടി ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ്, ടാബുല റാസയാണ്. കുട്ടിയെല്ലാം കുട്ടിയുടെ എൻവയോൺമെന്റിൽ നിന്ന് പഠിക്കുന്നതാണെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്. അതാണ് നർച്ചർ.
കണ്ടംപററി സൈക്കോളജി, അതായത് ഇപ്പം മോഡേൺ സൈക്കോളജി, കണ്ടംപററി സൈക്കോളജി പറയുന്നത് നേച്ചറും നെർച്ചറും മിക്സ് ചെയ്തത് അല്ലെ. അപ്പൊ അമ്മ എന്ന പദം കുട്ടി എൻവയോൺമെന്റ് എന്ന് കേട്ടിട്ട് തന്നെയാണ് വിളിക്കുന്നത്. റിയൽ ലൈഫ് മോഗ്ലി അല്ലെ, ആ റിയൽ ലൈഫ് മോഗ്ലിനെ പിടിച്ചപ്പോ ആ കുട്ടി 4 കാലിലായിരുന്നു നടന്നത്. ബിക്കോസ് ആ കുട്ടിയുടെ ചുറ്റുമുള്ള മൃഗങ്ങളൊക്കെ 4 കാലിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അതെന്താണ്, നർച്ചറാണ്, കാരണം എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോ നേച്ചറായിട്ടും കിട്ടുന്നുണ്ട്, നർച്ചറായിട്ടും കിട്ടുന്നുണ്ട് എന്നാണ് കണ്ടംപററി സൈക്കോളജി പറയുന്നത്. പക്ഷെ ഇപ്പോഴും അടിയുണ്ട്. ഒരു കൂട്ടർ പറയുന്നത് നേച്ചർ മാത്രമാണെന്ന്, ഒരു കൂട്ടർ പറയുന്നു നർച്ചർ മാത്രമാണെന്ന്. ഓക്കെ, are genes or environment most influential in determining the behavior of individuals and in accounting for difference among people? അതായത് എൻവയോൺമെന്റ് കാരണമാണോ, ജീൻസ് അതായത് ഇന്നേറ്റ് ആയിട്ടുള്ള കണ്ടാണോ ഒരു കുട്ടിയുടെ ബിഹേവിയർ? അതായത് ഒരു കുട്ടി ദേഷ്യം പിടിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛൻ ദേഷ്യം പിടിക്കുക അച്ഛന്റെ ജീനിൽ നിന്ന് കിട്ടിയതാണോ, അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യം പിടിക്കുന്നത് കണ്ട് പഠിക്കുന്നതാണോ? രണ്ടും ആയിക്കൂടെ. ഒന്ന് ആ കുട്ടിയുടെ ജനിതകത്തിൽ അത് ഉണ്ടാവാം, ആ കുട്ടി അച്ഛൻ ദേഷ്യപ്പെടുന്നത് കണ്ട് പഠിക്കുന്നതാവാം. അവിടെയും ക്വസ്റ്റ്യൻസ് വരാം. അച്ഛൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു, അപ്പൊ ഇവിടുന്ന് കണ്ടുപഠിച്ചു, അപ്പൊ നമ്മൾ സമ്മതിക്കേണ്ട ഒരു ജീനാണ് അല്ലേ. അപ്പൊ അതൊരു വലിയ അടിയായിരുന്നു. മോസ്റ്റ് സയന്റിസ്റ്റ് നൗ agree that both the genes and environment play crucial roles in most human behavior, and yet we still have much to learn about how nature and nurture work together. ഇപ്പൊ കണ്ടംപററി സൈക്കോളജി പറയുന്നത് നേച്ചറും നർച്ചറും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ പാകപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും എന്താണ്, ഒരുപാട് പഠിക്കാനുണ്ട് എങ്ങനെ നേച്ചറും നർച്ചറും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അതിന്നും കണ്ടെത്താൻ ബാക്കിയുള്ളതാണ്. നേച്ചർ എന്ന് പറയുന്നത് അവർ ബയോളജിക്കൽ മേക്കപ്പ് ആണ്. ജീൻ, നർച്ചർ ദ എക്സ്പീരിയൻസ് ദാറ്റ് വി ഹാവ് ഡ്യൂറിങ് അവർ ലൈഫ്. അതായത് ഒരാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം നേച്ചർ ആണോ, അതായത് ജീനാണോ, നർച്ചർ അയാളുടെ എൻവയോൺമെന്റ് ആണോ എന്നുള്ളതാണ് സൈക്കോളജി തേടുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യന് ഫ്രീ വില്ല് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ഉണ്ടോ എന്ന്. ഫ്രീ വില്ല് ഉണ്ടോ? ഫ്രീ വില്ല് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? ജസ്റ്റിസ് ബോർഡൊക്കെ, അതായത് ലീഗൽ സിസ്റ്റം ഒക്കെ പറയുന്നത് ഫ്രീ വില്ല് ഉണ്ട്. ഒരാളെ കൊല്ലാതിരിക്കാം. അപ്പൊ കൊല്ലാന്നുള്ളത് നിങ്ങൾ തെരഞ്ഞെടുത്താണ്, അതുകൊണ്ട് നിങ്ങൾ എവിടെ പോകണം, ജയിലിൽ പോകണം എന്നല്ല. അപ്പൊ ഫ്രീ വിൽ വേഴ്സസ് ഡിറ്റർമിനിസം ആണ് രണ്ടാമത് സൈക്കോളജി തേടുന്ന question. This question concerns the extent to which people have control over their own action. നമ്മുടെ ആക്ഷന് നമ്മൾ തന്നെയുള്ള കൺട്രോളിനെയാണ് ഫ്രീ വിൽ എന്ന് ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. Are we able to choose the behavior we engage in, or are we the product of our environment? നമ്മൾ ഈ എടുക്കുന്ന സ്വഭാവമൊക്കെ നമ്മുടെ തന്നെ സ്വഭാവം എങ്കിൽ അല്ലേ, നമുക്കൊന്ന് ഇറങ്ങി മഴയത്ത് കുളിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങി കുളിക്കൂല. എന്തുകൊണ്ടാ? നമുക്കറിയാം, ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് പ്രോഡക്റ്റ് ഓഫ് അവർ എൻവയോൺമെന്റ്. അതോ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ചെയ്യുന്നതാണ്? അതായത് ഗൈഡഡ് ബൈ ഫോഴ്സസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. നമ്മൾ ഏതെങ്കിലും കൺട്രോൾ ഇല്ലേ, മതം, സൊസൈറ്റി ഒക്കെ ഉള്ള കൺട്രോൾ ആണോ, അതോ നമ്മളായിട്ടാണോ ജീവിക്കുന്നത്? മോസ്റ്റ് ഓഫ് us ലൈക്ക് ടു ബിലീവ് ഇൻ ഫ്രീ വിൽ. നമ്മൾ പറയാ ഞാൻ ഞങ്ങളെ കൺട്രോളാണെന്നൊക്കെ പറയണം നമുക്കൊക്കെ ഇഷ്ടം. That we are able to do what we want and our legal system is premised on the concept of free will. ലീഗൽ സിസ്റ്റം അതാണ്, ഫ്രീ വിൽ ആണ്. We punish criminals because we believe that they have choice over their behavior and freely choose to disobey the law. ഫ്രീ വിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്ത്, അതായത് രണ്ട്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ട്, നിങ്ങൾക്ക് സ്വയം ചെയ്യാം, അതാണ് ഫ്രീ വില്ല്. അല്ല നിങ്ങൾ ആരുടെയെങ്കിലും കൺട്രോൾ ആണോ, അതാണ് ഡിറ്റർമിനിസം. നമ്മളൊക്കെ വിചാരിച്ചോളൂ നമ്മൾ ഫ്രീ വില്ലാണ്. നമ്മളൊന്നും ഫ്രീ വില്ലേ അല്ല കേട്ടോ. എന്തുകൊണ്ടാ? നമ്മളൊക്കെ ആരുടെയൊക്കെയോ കൺട്രോൾ ഇരിക്കുന്ന പാവകളാണ്. ചിലപ്പോൾ വീട്ടുകാരാവാം, നാട്ടുകാരാവാം, സോഷ്യൽ മീഡിയ ആവാം, മതമാവാം, എന്തും. സൈക്കോളജി ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർക്ക് ഫ്രീ വില്ലാണോ ഡിറ്റർമിനിസം ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ സൈക്കോളജി തേടുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആക്യുറസി വേഴ്സസ് ഇനാക്യുറസി. നമ്മൾ എത്രത്തോളം നല്ല ഇൻഫർമേഷൻ പ്രോസസ്സേഴ്സ് ആണ് നമ്മൾ എത്രത്തോളം നല്ല ഇൻഫർമേഷൻ പ്രോസസ്സേഴ്സ് ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, to what extent are good information processors? Although it appears that people are good enough to make sense of the world around them and to make decent decisions, they are far from perfect. കണ്ടോ, നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഫാർ ഫ്രം പെർഫെക്റ്റ് ആണ്. ഒരു എക്സാം എഴുതാനുള്ള കഴിവുണ്ട്, പക്ഷെ 100 എഴുതാനുള്ള കഴിവുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഹ്യൂമൻ ജഡ്ജ്മെന്റ് ഇസ് സംടൈം compromised by inaccuracies in our thinking styles and by our motivation and
ഇമോഷൻസ്. അതായത് ഹ്യൂമൻ ജഡ്ജ്മെന്റ്, ഒരു മനുഷ്യൻ ഒരു കാര്യം ജഡ്ജ്മെന്റ് ചെയ്യുന്നതിൽ ഇന്നാക്യുറസി വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് സൈക്കോളജി. അതായത് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മൾ വീട്ടിലേക്ക് കയറി വരാണ്. അപ്പം ഓഫീസിൽ നല്ല പ്രഷർ ഉണ്ട്, വിശക്കുന്നുണ്ട്, പിന്നെ ആരോടൊക്കെ ദേഷ്യമുണ്ട്, ബസ് കിട്ടിയില്ല, ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു കുഞ്ഞു മായിരുന്നു നോക്ക് എന്ന് പറയുമ്പോൾ മിണ്ടാൻ നടക്കുന്നുണ്ട്, ഞങ്ങള് എന്താക്കും, ആ കുട്ടീനോട് ദേഷ്യപ്പെടും അല്ലേ? നേരെ മറിച്ച് നമ്മള് എന്താണ് വളരെ ഹാപ്പി ആയിട്ട് നമ്മളൊരു എക്സ്ട്രാ ക്ലയന്റിനെ കിട്ടി, നല്ല സാലറിയോ അല്ലെങ്കിൽ നല്ലൊരു ഇൻസെന്റീവ് ഒക്കെ കിട്ടി വീട്ടിലേക്ക് തിരിച്ചു വരാണെങ്കിലോ ആ കുഞ്ഞ് പറയുന്നപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. അതായത് നമ്മളെ ജഡ്ജ്മെന്റ് അക്യുറേറ്റ് ആണോ ഇന്നാക്യുറേറ്റ് ആണോ പറയുന്നത്. നമ്മളെ ജഡ്ജ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മോട്ടിവേഷൻ ആൻഡ് അവർ തിങ്കിങ് സ്റ്റൈൽ. അപ്പം ആ പണി കഴിഞ്ഞ് എന്താ പറയാ പ്രാന്തായി വരുന്ന അമ്മയ്ക്ക് തിങ്കിങ് സ്റ്റൈൽ എന്തായിരിക്കും? ഇതൊരു നശിച്ച ദിവസം ഇപ്പൊ കുട്ടിയുടെ വെറുപ്പിക്കലും കൂടി, അതാ മോട്ടിവേഷനാണ്. നേരെ മറിച്ച് ഹാപ്പി ആയിട്ട് വരുമ്പോൾ ആ ഒരു മോട്ടിവേഷനാണ്. അപ്പൊ നമുക്ക് നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ ഇന്നാക്യുറസി ആണോ അക്യുറസി ഉണ്ടോ എന്നുള്ളതും സൈക്കോളജിയിൽ നിന്നും തേടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനിയാണ് കോൺഷ്യസ് വേഴ്സസ് അൺകോൺഷ്യസ് പ്രോസസ്സിംഗ്. ടു വാട്ട് എക്സ്റ്റെന്റ് വി ആർ കോൺഷ്യസ് ഓഫ് അവർ ഓൺ ആക്ഷൻ ആൻഡ് ദ കോഴ്സസ് ഓഫ് ദം. എത്രത്തോളം നമ്മൾ ചെയ്യുന്ന ചെയ്തികളൊക്കെ പറ്റി നമ്മൾ തന്നെ ബോധവാന്മാരാണ്, അതിന്റെ സംഭവിക്കാൻ പോകുന്ന കാരണങ്ങൾക്ക് നമ്മൾ ബോധവാന്മാരാണ്. എത്ര നമുക്ക് അറിയാം? നമ്മൾ ചിന്തിച്ചിട്ടാണോ പലതും ചെയ്യുന്നത്? നമുക്ക് അറിയോ, ബോധം ഉണ്ടോ? ആൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് ആർ ബിഹേവിയേഴ്സ് കോസ്ഡ് ബൈ ഇൻഫ്ലുവൻസ് ദാറ്റ് വി ആർ നോട്ട് അവെയർ ഓഫ്. നമ്മൾ അവെയർ ആവാത്ത കാരണത്തിലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഏറ്റവും വലിയ പ്രൊമനന്റ് തിയറിയാണ് നമ്മുടെ ഫ്രോയിഡിന്റെ തിയറി. ഫ്രോയിഡ് പറയുന്നത് ഒരാൾക്ക് മാനസിക രോഗം വരാൻ പോലുമുള്ള കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടാവുന്ന നമുക്ക് താങ്ങാൻ പറ്റാത്ത നമ്മുടെ ഓർമ്മകളെ മനസ്സുകൊണ്ട് അൺകോൺഷ്യസിൽ കുഴിച്ചിടും. അത് പിന്നെ അവിടെ കിടന്നിട്ട് എന്താവും? വ്രണമായിട്ട് അത് നമ്മുടെ തന്നെ ഓർമ്മകളായിരിക്കും, പക്ഷെ നമുക്ക് അതിനോട് ഒരു ആക്സസും ഇല്ല, നമുക്കത് ഓർത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ ആ ഓർമ്മകള് അവിടെ കിടന്ന് നമുക്ക് പ്രശ്നമുണ്ടാക്കും എന്നുള്ള രീതിയിലാണ്. ഒരു കേസ് ഉണ്ട്, ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള ഒരു കേസാണ്, സൈക്കോ അനാലിസിസിന്റെ കേസാണ് കേട്ടോ. സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല, നമുക്കിങ്ങനെ പഠിക്കാനുള്ള ഒരു കേസാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പം ഹസ്ബൻഡ് വൈഫിനോട് സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത് ഭയങ്കര പെയിന് സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത്. അപ്പോ ഇവരെത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും മാറുന്നില്ല. അങ്ങനെ ഫോർവേഡഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പൊ ഇത് ഭാര്യനോട് മാത്രമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ലാബിൽ വെച്ചിട്ടൊരു കോൾ ഗേളുമായിട്ട് സെക്സ് ചെയ്യിപ്പിച്ചു. അപ്പൊ വേദനയില്ല, ഭാര്യയോട് മാത്രമാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാള് ഡ്രീം അനാലിസിസും ഫ്രീ അസോസിയേഷനും ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യം, അയാള് ചെറുപ്പത്തിൽ, അയാൾ 1-2 വയസ്സുള്ള സമയത്ത് അയാളുടെ അച്ഛനും അമ്മയെ ഉപദ്രവിച്ചുകൊണ്ടായിരുന്നു സെക്സ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ അയാളിത് അമ്മ കരയുന്നത് എപ്പോഴും കാണാറുണ്ടായിരുന്നു. അപ്പൊ അയാളുടെ ഉപബോധ മനസ്സിലേക്ക് ഈ ചിന്ത അയാളിട്ടു. അത് അവിടെ കിടന്നിട്ടാണ് ഇയാളുടെ ഭാര്യയായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഇയാൾക്ക് പെയിൻ, അമ്മ അനുഭവിച്ച ആ പെയിൻ അവിടെ അൺകോൺഷ്യസ് കിടന്നിട്ട് പിന്നെ അയാൾക്ക് അത് എന്തായിട്ട് വരികയാണ്, അയാൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. അപ്പൊ അൺകോൺഷ്യസ്നെസ് എന്നൊരു സാധനം ഉണ്ടോ ഇല്ലേ? ബിഹേവിയർസുകാർ അങ്ങനെ ഇല്ല എന്നാണ്, പക്ഷെ ഫ്രോയിഡ് പറയുന്നത് ഉണ്ടെന്നാണ്. Many of major theories of psychology, ranging from the Freudian psychodynamic theories to contemporary work in cognitive psychology, argue that much of our behavior is determined by variables that we are not aware of. സൈക്കോഅനാലിസിസ് മുതൽ കോഗ്നിറ്റീവ് സൈക്കോളജി വരെ പറയുന്നുണ്ട്, നമ്മൾ അറിയാത്ത, നമ്മൾ അൺകോൺഷ്യസ് കിടക്കുന്ന നമ്മുടെ ഓർമ്മകള് നമ്മളുടെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിനുപരി നമ്മൾ അവെയർ പോലെയല്ല, അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി ഡിഫറൻസസ് വേഴ്സസ് സിമിലാരിറ്റിയാണ്. നമ്മളെല്ലാവരും ഏതൊക്കെ രീതിയിൽ ഡിഫറെന്റ് ആണ്, ഏതൊക്കെ രീതിയിൽ സിമിലർ ആണ്. ഇപ്പൊ സിമിലർ ആണോ, നമ്മളൊക്കെ മലയാളികളാണ്, ഇവിടെ ഫുള്ള് പെണ്ണുങ്ങളാണ്, നമ്മളിപ്പോ സ്ത്രീകളാണ് അല്ലെ. എന്നാൽ നമുക്ക് ഓരോ ഡിഫറൻസസ് ഉണ്ട് അല്ലെ. ഒരാളെ പോലെ വേറെ ഒരാളില്ല എന്ന് പറയാം. ഫിംഗർ പ്രിന്റ് പോലെ നമ്മളിവിടെ കേസ് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഒരു കേസിൽ പോലെ വേറൊരു കേസ് ഉണ്ടാവില്ല. കാരണം ഒരു വീട്ടില് ഒരച്ഛനെ അമ്മയുടെ മക്കളായിട്ട് ജനിച്ച, ആ വീട്ടിൽ താമസിച്ച, അങ്ങനെ ഓരോ ഒരച്ഛനെ അമ്മയുടെ 5 മക്കളാണ്, 5 മക്കൾ 5 സ്വഭാവമായിരിക്കും. അതായത് ഫിംഗർ പ്രിന്റ് പോലെ തന്നെയാണ് നമ്മൾ. ഒരാളുടെ പോലെ വേറെ ഒരു അഫയെ പോലെ ഇനിയൊരു അഫ ഇല്ല. അതാണ് ഡിഫറൻസ് വേഴ്സസ് സിമിലാരിറ്റി. ടു വാട്ട് എക്സ്റ്റെന്റ് വി ഓൾ ആർ സിമിലർ ആൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് വി ആർ ഡിഫറെന്റ്. For instance, are there basic psychological and personality difference between men and women, or are men and women by large similarities? Men and women different ആണോ, മെന്നിനും വിമനും similarities ഉണ്ടോ?
എന്നുള്ളതൊക്കെ. ആൻഡ് വാട്ട് അബൌട്ട് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് എത്നിസിറ്റീസ് ആൻഡ് കൾച്ചേഴ്സ്? നോക്കണം, കോഴിക്കോടിന് എത്നിസിറ്റി കൾച്ചർ അല്ല കണ്ണൂരിന്. ഒരു എന്തിനാണ് കോഴിക്കോടാണെങ്കിൽ ഈ അത്തോളിത്ത് ഒരു തോട് ബന്ധമില്ലാത്ത കൾച്ചറാണ് എന്റെ നാട്ടിലെ, അല്ലേ? ആർ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ് ജനറലി ദ സെയിം? ലോകത്തുള്ള എല്ലാവരും സെയിം ആണോ? ഓർ ഓൾ ദ ഇൻഫ്ലുവൻസ് ബൈ ദിയർ ബാക്ക്ഗ്രൗണ്ട്സ്? അവരുടെ കൾച്ചറും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ആൻഡ് എൻവയോൺമെന്റ്സ് ഇൻ ഡിഫറെന്റ് ways. പേഴ്സണാലിറ്റി, സോഷ്യൽ സൈക്കോളജി, ക്രോസ് കൾച്ചറൽ സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് ഈ ക്ലാസ്സിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് എന്താണ്, മനുഷ്യന്മാരൊക്കെ ഒന്നാണോ ഡിഫറെന്റ് ആണോ, അവരുടെ കൾച്ചർ അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്നുണ്ടോ, അവരുടെ ചുറ്റുപാടും അവരുടെ സ്വഭാവത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനെ പറ്റി പഠിക്കുന്നവർ പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ, ക്രോസ് കൾച്ചറൽ സൈക്കോളജിസ്റ്റുകളൊക്കെയാണ്. അപ്പോ സൈക്കോളജിയിൽ തേടിക്കൊണ്ടിരിക്കുന്ന 6 ക്വസ്റ്റ്യൻസ് അന്ധകാലം മുതൽ ഇന്ന് വരെ ഏതൊക്കെയാണ്? നേച്ചർ വേഴ്സസ് നർച്ചർ. നമ്മുടെ ബിഹേവിയർ ഒക്കെ നമ്മുടെ ജീനാണോ അതോ നമ്മുടെ എൻവയോൺമെന്റ് ആണോ തീരുമാനിക്കുന്നത്? ഫ്രീ വിൽ വേഴ്സസ് ഡിറ്റർമിനിസം. നമ്മളുടെ ചെയ്തികളിലൊക്കെ നമ്മളൊക്കെ ഫ്രീ വില്ലായിട്ട് നമ്മൾ തന്നെ തീരുമാനം എടുക്കുന്നതാണോ അതോ ചുറ്റുപാടും നമുക്കൊരു കൺട്രോൾ ഉണ്ടോ? അതായത് നമ്മുടെ ചെയ്തികളെ നമ്മുടെ ചുറ്റുമുള്ളവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? അത് ആളുകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അദൃശ്യ ശക്തിക്ക് പോലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം ജഡ്ജ് ചെയ്യാൻ എത്രത്തോളം നമ്മൾ അക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ ഇന്നാക്യുറേറ്റ് ആണ്? കോൺഷ്യസ്ലി ആണോ നമ്മുടെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്? അൺകോൺഷ്യസ്ലി കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഈ ലോകമെമ്പാടുമുള്ള മനുഷ്യര് ഡിഫറെന്റ് ആണോ സിമിലർ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജി ഉണ്ടായ കാലം മുതൽ ഇപ്പൊ വരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് സൈക്കോളജി എന്നുള്ള ഒരു ധാരണ വന്നു. എന്താണ് സൈക്കോളജി? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്ക്. എന്താണ്? അൺമ്യൂട്ട് ആക്കണമെന്നില്ല. എന്താണ് സൈക്കോളജി? സൈക്കോളജി ഇസ് ദ സ്റ്റഡി, സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. ടേം സൈക്കോളജി ഗ്രീക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. സൈക്കി, സോൾ എന്ന അർത്ഥം വരുന്ന സൈക്കി, സയൻസ് എന്ന അർത്ഥം വരുന്ന ലോഗോസ്, ഈ 2 വാക്ക് കൂട്ടിച്ചേർത്താണ് സൈക്കോളജി എന്ന വാക്ക് വന്നിട്ടുള്ളത്. വില്യം വൂണ്ട് ആണ് സൈക്കോളജിയുടെ ഫാദർ. അദ്ദേഹമാണ് ആദ്യമായിട്ട് അയാളെ തന്നെ സൈക്കോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ജർമ്മനിയിലെ ലെപ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ 1879 വില്യം വൂണ്ട് ആദ്യമായിട്ട് ലാബ് തുറക്കുകയാണ്. 1879 1879 സൈക്കോളജിയുടെ ബർത്ത് ഇയർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. റുഡോൾഫ് ഗോക്കൽ എന്ന ജർമ്മൻ സ്കോളാസ്റ്റിക് ഫിലോസഫർ ആണ് നമ്മുടെ സൈക്കോളജി എന്ന വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത് 1590. ഇനി ഹിസ്റ്ററി ഓഫ് സൈക്കോളജി നോക്കുകയാണെങ്കിൽ സൈക്കോളജി തുടങ്ങിയ കാലം മുതൽ, അതായത് ഗ്രീക്ക് ഏർലി ആൻഷ്യൻ ടൈമിൽ ഇപ്പൊ വരെ സൈക്കോളജി തേടിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വെരി സിമിലർ ആണ്. നേച്ചർ വേഴ്സസ് നർച്ചർ, ഫ്രീ വിൽ വേഴ്സസ് ഡിറ്റർമിനിസം, അക്യുറസി വേഴ്സസ് ഇനാക്യുറസി, കോൺഷ്യസ്നസ് വേഴ്സസ് അൺകോൺഷ്യസ് പ്രോസസ്, ഡിഫറൻസ് വേഴ്സസ് സിമിലാരിറ്റീസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞ ഓക്കെ ആണോ എന്ന്? ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം ഒരു ക്ലാസ്സും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാനുണ്ട്. അതായത് എങ്ങനെ സൈക്കോളജി ഇന്നത്തെ കാണുന്ന പോലെ ആയിരുന്നത്, അത് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അപ്പോ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളത്തെ സെഷനുമായി വീണ്ടും കാണാം. അതുവരെ signing off. Bye-bye and take care. Thank you, ma'am. സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. Thank you, ma'am.